അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ നല്ല മുറാദുകളും അള്ളാഹു പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ. രോഗങ്ങളെ കൊണ്ട് കഴിയുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു തആല പരിപൂർണമായി ശിഫയാക്കി കൊടുക്കട്ടെ. ജീവിതത്തിൽ അള്ളാഹു തആല എല്ലാവിധ സന്തോഷ സമാധാനം അള്ളാഹു നിലനിർത്തി തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. റഹ്മാനായ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ പറഞ്ഞവരുടെയും നമ്മുടെയും പ്രയാസങ്ങളൊക്കെ അള്ളാഹു തആല ദൂരീകരിച്ചു തരട്ടെ. ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ടി ദാരിദ്ര്യത്തിൽ അകപ്പെട്ട് കഴിയുന്ന ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയും നമ്മുടെയും കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗം അള്ളാഹു പെട്ടെന്ന് എളുപ്പമാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകമായി ജോലിയില്ലാതെ ദുആ കൊണ്ടൊക്കെ വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഉള്ള ജോലി അള്ളാഹു ഖൈറും ബറക്കത്ത് നിലനിർത്തി കൊടുക്കട്ടെ. ഒരുപാട് മുത്തുമുഅ്മിനീങ്ങൾ സഹോദര സഹോദരിമാർ നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവരുണ്ട്. ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. നമുക്ക് വേണ്ടി കൽബ് നിറയെ ദുആ ചെയ്യുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ രണ്ട് ലോകത്തും ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത്, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കും. അതിനു മുന്നേ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ആളുകളും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ആരും മടി കാണിക്കരുത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം എല്ലാവരും, ഞാനും നിങ്ങളുമടക്കം ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രയാസമാണ് സാമ്പത്തിക പ്രയാസം, അല്ലേ? സാമ്പത്തികമായി പ്രയാസപ്പെട്ട് കഴിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കമന്റിലൂടെയൊക്കെ നോക്കിയാൽ കാണാം. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളതും പരിഹാരം ചോദിച്ച ആളുകളൊക്കെ ഒരുപാട് കാണാൻ കഴിയും. നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽപ്പെട്ട പ്രയാസമാണ് സാമ്പത്തിക പ്രയാസം എന്നുള്ളത്. അത് പലതരത്തിലാവാം. ജോലിയില്ലാതെ, അത് മുഖാന്തരം സാമ്പത്തികമായി ഇല്ലാത്തതിന്റെ പേരിൽ ജീവിതത്തിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. കുടുംബജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കുള്ള ഒരു പരിഹാരമാണ് ഇന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ചെയ്യേണ്ടത്, പരിശുദ്ധമായ ഖുർആനിലെ 93-ാമത്തെ ഒരു ചെറിയ ഒരു സൂറത്തുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ് ആ സൂറത്ത്. അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു താൻ നേരിട്ട് ഇറക്കി കൊടുത്ത ഒരു സൂറത്താണ് സൂറത്തുൽ ദുഹ. ആ സൂറത്ത് വളരെ ചെറിയ സൂറത്താണ് സൂറത്തുൽ ദുഹ. ഈ സൂറത്താണ് നാം ചെയ്യേണ്ടത്. വെറും ജീവിതത്തിലെ അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്സിൽ നിന്ന് 5 മിനിറ്റ് നാം ഇതിനു വേണ്ടി ചെലവഴിച്ചാൽ മതി. അപ്പൊ എല്ലാവരും ചോദിക്കും, ഉസ്താദേ, സൂറത്തുൽ ദുഹ ഓതാൻ 5 മിനിറ്റ് ഒക്കെ ആവശ്യമുണ്ടോന്ന്? സൂറത്തുൽ ദുഹ ഓതാൻ 5 മിനിറ്റ് ഒന്നും ആവശ്യമില്ല. പക്ഷെ ഞാൻ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ സാമ്പത്തിക പ്രയാസം മാറും. അതിന് 5 മിനിറ്റ് എടുക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലത് ചിന്തിക്കാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാ ആളുകളും സൂറത്തുൽ ദുഹ ഓതാൻ അറിയുന്ന ആളുകളാണ്, അല്ലേ? എന്നാൽ നമ്മുടെ സാമ്പത്തികമായ പ്രയാസം മാറിക്കിട്ടാൻ, സാമ്പത്തികമായി നമുക്ക് ഉയർച്ച ലഭിക്കാൻ, ജീവിതത്തിൽ വളരെ സന്തോഷം ലഭിക്കാൻ, ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീങ്ങി നല്ല ഒരു റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതം ജീവിക്കാൻ നമുക്കൊക്കെ സമ്പത്ത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടിയും സമ്പത്ത് അല്ലാഹു തആല നമുക്ക് നൽകാൻ വേണ്ടിയും നാം ചെയ്യേണ്ടത്, പരിശുദ്ധമായ ഖുർആനിലെ 93-ാമത്തെ സൂറത്തായ സൂറത്തുൽ ദുഹ എല്ലാ ആളുകൾക്കും അറിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. ഇതാണ് സൂറത്തുൽ ദുഹ. എല്ലാ ആളുകൾക്കും അറിയാം. എന്നാൽ നാം ചെയ്യേണ്ടത്, ബിസ്മി മുതൽ സൂറത്തുൽ ദുഹ ഓതി ഇങ്ങനെ വന്ന് അതിലെ 8-ാമത്തെ ആയത്താകുന്ന
വവജദക ആയിലം ഫഅഗ്ന എന്ന ആയത്തെത്തുമ്പോൾ മടക്കി മടക്കി 7 പ്രാവശ്യം ഓതുക. ശ്രദ്ധിക്കണം. വല്ലുഹ മുതൽ കോതി വന്ന് 8ാമത്തെ ആയത്താകുന്ന നസ്കിനി കാണിക്കുന്നുണ്ട്. വവജദക ആയിലം ഫഅഗ്ന, വവജദക ആയിലം ഫഅഗ്ന എന്ന ആയത്തെത്തിയാൽ മടക്കി മടക്കി അഥവാ ആവർത്തിച്ച് 7 പ്രാവശ്യം ഓതി ആ സൂറത്ത് ഓതി മുഴുവനാക്കുക. ബാക്കിയുള്ള കൂടെ ഓതി പൂർത്തിയാക്കുക. അങ്ങനെ ഒരു ദിവസം 7 പ്രാവശ്യം ഏതെങ്കിലും ഒരു സമയത്ത്, ഇന്ന സമയമെന്നില്ല, കൂടുതൽ നല്ലത് ളുഹയുടെ സമയമാണ്. കഴിയുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം എപ്പോഴാണ് തിരഞ്ഞെടുക്കുക. അങ്ങനെ നിങ്ങൾ തുടർച്ചയായി കുറച്ച് ദിവസം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം 7 പ്രാവശ്യം അങ്ങനെ ചെയ്യണം. മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് നിങ്ങൾ തുടർച്ചയായി കുറച്ച് ദിവസം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായ ആ പ്രയാസം നീങ്ങി ഒരു നല്ലൊരു സാമ്പത്തിക ഭദ്രതയിൽ നിങ്ങൾ എത്തിയതായിട്ട് കാണാൻ നിങ്ങൾക്ക് കഴിയും. ഒരുപാട് അനുഭവസ്ഥരുണ്ട്. അനുഭവസ്ഥരെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പങ്കുവച്ചിട്ടുള്ളത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തആല ദൂരീകരിച്ചു തരട്ടെ. ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്കും ഭാഗ്യവും അവസരവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങളൊക്കെ അള്ളാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. പ്രത്യേകമായി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെല്ലാ ആളുകളും നിങ്ങളുടെ എല്ലാ ദുആകളിലും പ്രാർത്ഥനകളിലും എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. ഞാനും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യും. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ ക്ലാസ്സുകളിൽ പറയുന്ന എല്ലാ അമലുകളും അള്ളാഹു ഇജാബത്തുള്ളതാക്കി തീർക്കട്ടെ. ആമീൻ. ബിഹഖി നബീന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.